ഓക്കെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു ഐഫോൺ 6 പ്ലസ് ഫോണിൻ്റെ 8 ആണ്. ഓൾറെഡി ഞാൻ അത് അയച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരുപാട് സെറ്റ് ചെയ്യാറുണ്ട്. കോമൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ചെയ്യാറൊന്നുമില്ല, കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ളത് ഐഫോൺ 6 പ്ലസ് ആണ്, കംപ്ലൈൻറ്റ് ഡെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാനത് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീഡിങ് എന്തെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, റീഡിങ് എന്താണുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ റീഡിങ് ഒന്ന് നോക്കാം. ഫോൺ ഡെഡ് ആണ്, നോർമലാണ്, ബോട്ടിൽ ഷോർട്ട് ലീക്കേജ് ഒന്നും ഇല്ല. നമുക്കൊന്ന് സെറ്റ് ഒന്ന് DC കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, DC കണക്ട് ചെയ്യുന്ന സമയത്ത് നോർമലാണ്, ഓൾറെഡി നോർമൽ ലീക്കേജോ ഷോർട്ടോ ഒന്നുമില്ല. നമ്മളിത് പവർ ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, പവർ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ഏകദേശം ഒരു 76 ആ റേഞ്ചിൽ പോകുന്നുണ്ട്. വീണ്ടും 0ലേക്ക് തന്നെ വരുന്നുണ്ട്, വീണ്ടും അപ്പാന്നുണ്ട്, വീണ്ടും 0ലേക്ക് തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് വരുന്ന കംപ്ലൈൻറ്റ് റാം ഡാമേജ് ആയാൽ, ഇപ്പോൾ ഐഫോൺ 6 പ്ലസ് ആയതുകൊണ്ട് തന്നെ A8 CPU ആയതുകൊണ്ട് തന്നെ റാം പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ I2Cൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം. രണ്ടിലാണ് ഈ ഒരു റീഡിങ് വരുന്നത്. കണ്ടില്ലേ, 77 ആ റേഞ്ചാണ്. അപ്പോൾ I2Cയിൽ കൂടുതലും വരുന്നുള്ളത് I2C 0 അല്ലെങ്കിൽ I2C 1, ഈ രണ്ടിലായിരിക്കും കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഓസിലോസ്കോപ്പിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഓസിലോസ്കോപ്പ് എക്സ്പെൻസീവ് ആണ്, നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. അപ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ പൈസക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോഡ് MCU. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ 2-3 ഉണ്ട്. ഓൾറെഡി നമുക്ക് സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പ്രോഗ്രാമിങ് ചെയ്തിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് RFID സ്കാൻ ചെയ്യുന്ന ടൂളുണ്ട്, I2C സ്കാൻ ചെയ്യുന്ന ടൂൾ മാർക്കറ്റിൽ കുറവാണ്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, റണ്ണിങ് ആകുന്നുണ്ട്. നോർമലി ലൈവായിട്ട് റൺ ആയിക്കൊണ്ടുണ്ട്. 77 എടുത്തുന്നുണ്ട്, വീണ്ടും 0 വരുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിനി എത്ര സമയം പവർ സപ്ലൈ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകും. കാരണം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ I2C എന്ന് പറയുന്ന സാധനം ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലാണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്താൽ പോലെ. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് I2C 2 രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കേസ് പോയി I2C നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് I2C ഒരു CPU ആണ് അതിൻ്റെ മാസ്റ്റർ വരുന്നത്. മാസ്റ്ററിന് ഡയറക്റ്റ് സ്ലേവ് മീൻസ് ഏതെങ്കിലും ഒരു IC, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചാർജിങ് IC അല്ലെങ്കിൽ പവർ ICയിലേക്ക് ഡയറക്റ്റ് സിംഗിൾ ആയിട്ടൊരു ലൈന് കാണാം. അപ്പം അങ്ങനെ വരുന്നുള്ള I2C നമുക്ക് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഡാറ്റയും ക്ലോക്കും പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ചില സെറ്റിൻ്റെ അകത്ത് ഇത് ഈ രീതിയിലല്ല വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 കണക്ഷൻ എടുത്തിട്ട് ഒരുപാട് സെക്ഷനിലേക്ക്, ഇപ്പം ഞാനത് ലൈവായിട്ട് ഇപ്പോൾ ഈ ബോർഡിൽ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് ഇത് ആണ് നമ്മളെ ബോർഡ് വരുന്നത്. ഈ ബോർഡിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു IC വരുന്നുള്ളത് ബാക്ക് ലൈറ്റ് IC ആണ്. ഈ ബാക്ക് ലൈറ്റ് ICൻ്റെ അകത്ത് I2C 0 വരുന്നുണ്ട്. ഈ I2C 0 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, I2C ഇവിടെ ചെസ്റ്റ്നട്ട് IC പോകുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്ക് ലൈറ്റ് IC പോകുന്നുണ്ട്. ഇത് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് CPU-ൻ്റെ അകത്തുനിന്നാണ്. ഇതല്ലാണ്ട്
ഇത് നേരെ ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പവർ ഐസിന്റെ അകത്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ U2 ഐസിന്റെ അകത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ടോട്ടല് 4 ഐസിന്റെ അകത്ത് I2C പോകുന്നുണ്ട്. അപ്പൊ I2C ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏത് ഐസിയിലാണ് ഈ കംപ്ലൈന്റ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നേരെ കുറച്ചിട്ട് സിംഗിൾ ആയിട്ട് ഒറ്റ കണക്ഷൻ CPU-ന് ഡയറക്റ്റ് ഒരു ഐസിയിലേക്കാണെങ്കിൽ I2C നമുക്ക് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീകോഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുപോലെ കണക്ട് ചെയ്ത് ചിലപ്പോൾ 5ഉം 6ഉം ചിലപ്പോൾ 2ഉം 3ഉം ഐസിയിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള I2C പ്രോട്ടോകോൾ ആണ് എങ്കിൽ അത് ഡീകോഡ് ചെയ്തേ പറ്റും. അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏത് ഐസിയിലാണ് കംപ്ലൈന്റ് ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് I2C ഡിസ്റ്റർബ് ആണെന്നാണ്. I2C ഡിസ്റ്റർബ് ആകുന്ന സമയത്താണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുള്ള ആ ഒരു റീഡിങ് എടുത്തിട്ട് റിട്ടേൺ 0 ആ റേഞ്ചിൽ വരുന്നുള്ളത്. I2C എന്ന് പറയുന്നത് I2C പ്രോബ്ലം I2Cന്റെ ലൈൻ അല്ല. ഒരു IC കംപ്ലൈന്റ് ആണെങ്കിൽ I2C ആണ് അതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നത്, അല്ല ആ ഒരു പ്രോട്ടോകോൾ ആണെന്ന് വർക്ക് ചെയ്യുന്നെങ്കിൽ IC എന്തെങ്കില കംപ്ലൈന്റ് ആയതുകൊണ്ട് I2C പ്രോട്ടോകോള് വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യാത്ത സമയത്താണ് ഈ ഒരു പ്രശ്നം. I2C ഡിസ്റ്റർബ് ആണ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നുള്ളത്. ഇപ്പം ഇവിടെ ഞാൻ ഓൾറെഡി I2C എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ നോഡ് MCU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജമ്പർ ക്ലോക്കും ഡാറ്റാവും ഞാൻ ജമ്പർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് IC പൊക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒന്നല്ലെങ്കിൽ ടെസ്റ്റ് പോയിന്റ് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് പോയിന്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ടെസ്റ്റ് പോയിന്റ് കാണാം. ഒരു ഇത് ക്ലോക്ക് വരുന്നത് I2C ക്ലോക്ക്, അതേപോലെ ഡാറ്റ സീരിയൽ ക്ലോക്ക്, സീരിയൽ ഡാറ്റ. അപ്പം ഞാൻ അവിടെ ജമ്പർ ചെയ്തിട്ടുള്ളത്. ജമ്പർ ചെയ്തതിന് ശേഷം ഇത് നമ്മളൊരു ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഞാനപ്പോൾ അത് നമ്മളെ ഫോണിൻ്റെ അകത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നോഡ് MCUന് പവർ കൊടുക്കണം. ഓക്കെ, അതിന് നമ്മളൊരു പവർ കൊടുക്കുകയാണ്. നോഡ് MCU നമുക്ക് പവർ കൊടുക്കണം. നോഡ് MCU നമ്മൾ പവർ കൊടുത്ത് അതിനുശേഷം നമ്മൾ പവർ ഓൺ ചെയ്യാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്, ഒരു മിനിറ്റ്, DC കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ റൺ ആകുന്നുണ്ട്. ഓക്കെ, ജമ്പർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജമ്പർ ചെയ്തിട്ടുണ്ട്. ക്ലോക്കും ഡാറ്റാവും ജമ്പർ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ ഫോണിൻ്റെ അകത്ത് ആ ഡാറ്റ എടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഡാറ്റ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഡാറ്റ എടുക്കുന്നുള്ളത് ഇതിൻ്റെ അകത്താണ്. ഇവിടെ ഡാറ്റ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഒന്ന് വലുതായിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ റണ്ണാകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റാസ് കാണാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞത് 4 ICയിൽ കണക്റ്റഡ് ആണ്. 4 ICയിൽ കണക്റ്റഡ് ആണ്. I2C 4 IC കണക്ട്. അപ്പം 4 ICക്ക് 4 അഡ്രസ്സ് വേണം. പക്ഷെ ഇവിടെ ഇത് സ്കാൻ ചെയ്യുന്നുള്ളത് 2 അഡ്രസ്സ് മാത്രമാണ്. 0x27ഉം 27ഉം അതേപോലെ തന്നെ 0x63ഉമാണ്. 63ഉം അതേപോലെ തന്നെ 27ഉമാണ് റൺ ചെയ്യുന്നുള്ളത്. ബാക്കി 2 ഡാറ്റ മിസ്സിംഗ് ആണ്. ഓക്കെ, നോഡ് MCU കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം ഇനി ആവശ്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ
I2C മാപ്പ് എടുക്കണം. I2C മാപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, I2C മാപ്പ്. ഇവിടെ നമ്മൾ I2C മാപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് I2C 0 ആണ്. I2C 0ന്റെ അകത്ത് 4 IC കണക്റ്റഡ് ആണ്. 4 IC എന്ന് പറയുന്നുള്ളത് ഒന്ന് പവർ IC, രണ്ടാമത് ബാക്ക് ലൈറ്റ് IC, മൂന്നാമത് ട്രൈസ്റ്റർ U2 IC, ചെസ്റ്റ്നട്ട് IC, ഡിസ്പ്ലേ IC, അങ്ങനെ ഗ്രാഫിക് IC, അങ്ങനെ 4 IC ആണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. ഇപ്പം 4ന്റെ ബൈനറി അഡ്രസ്സ് ഉണ്ട്. അതേപോലെ തന്നെ 4നും ബിറ്റ് അഡ്രസ്സ് മീൻസ് 7 ബിറ്റ് അഡ്രസ്സ് ഉണ്ട്, 8 ബിറ്റ് അഡ്രസ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു സാധനം 0x63 63 ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ റൈറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് മീൻസ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 27 അതേപോലെ 0x27 27 എന്ന് പറയുന്നുള്ള അതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യും. അപ്പോൾ ഏത് IC ഒക്കെ വർക്കിംഗ് ഉള്ള നമുക്ക് നോക്കാം. ചെസ്റ്റ്നട്ട് IC വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ബാക്ക് ലൈറ്റ് BL ഡ്രൈവറും വർക്കിംഗ് ആണ്. പക്ഷെ 2 സെക്ഷൻ വർക്കിംഗ് അല്ല. 0x74 74, അതേപോലെ 0x1A എന്ന് പറയുന്നുള്ള ഈ സാധനം ഏതൊക്കെയാണത് വരുന്നുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പവർ ICന്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, ഡാറ്റ റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നില്ല. അതേപോലെ ട്രൈസ്റ്ററിന്റെ അകത്തും പ്രശ്നം. അപ്പൊ സാധാരണ ഒരു IC ആയിരിക്കും കംപ്ലൈന്റ് വരുന്നത് അല്ലെ, സാധാരണ ഒരു ICന്റെ അകത്തായിരിക്കും കംപ്ലൈന്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ കേസ് നോക്കുമ്പോൾ ഇത് ഒരു IC അല്ല കംപ്ലൈന്റ്, 2 IC ആണ് കംപ്ലൈന്റ്. ഓക്കെ, ഒരു IC അല്ല കംപ്ലൈന്റ്, 2 IC ആണ് കംപ്ലൈന്റ്. ഇത് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി അല്ലേ. ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. യൂട്യൂബൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നു അല്ല, അതാ യൂട്യൂബെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത് കൂടുതലാണ്. ഞാൻ ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ഓക്കെ, നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, പല കംപ്ലൈൻറ്റും സിമ്പിളായിട്ട് ഫൈൻ നമ്മൾ കുറേ സമയം ഇരിക്കുന്നതിന് പകരം പെട്ടെന്ന് നമുക്ക് കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടെന്ന് നമുക്ക് കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നോട്ടൻസിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ചെയ്ത മെത്തേഡ് എന്തെന്നുള്ളത് കണ്ടില്ലേ. ഈ ഒരു ലെവൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു അല്ലേ, നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടി. എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ട്രൈസ്റ്റർ നമ്മൾ U2 IC റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. U2 റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റീഡിങ് നോക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് പവർ IC. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ സ്ക്രൂള് ഡാമേജ് ആയതുപോലും കാണാൻ പറ്റുന്നുണ്ട്. സ്ക്രൂള് ഡാമേജ് ആയ രീതിയിലും കാണാം, കാരണം വലിയ സ്ക്രൂ ഇട്ടിട്ട് ഡാമേജ് ആയ രീതിയിലും കാണാറുണ്ട്. അപ്പം എന്തോ ഒരു പ്രശ്നം, ഒന്നല്ലെങ്കിൽ ട്രാക്ക് മിസ്സായിരിക്കാം. പവർ IC മിസ്സായി കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവത്തില്ല അല്ലേ. അപ്പോൾ അതായിരിക്കാം. അല്ല, നമ്മൾ എന്തായാലും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ 3 മൂന്നാണ്. ഒന്നല്ലെങ്കിൽ ട്രാക്ക് മിസ്സിങ് വരും, കാരണം റെസിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരില്ല. ഇതിൻ്റെ അകത്ത് റെസിസ്റ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു സെക്ഷനിലും ഈ ഒരു സാധനം പോകില്ല. കാരണം അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നുള്ളത് പുള്ളപ്പ് ചെയ്തിട്ട് എല്ലാ 4 ICൻ്റെ അകത്തും പോകുന്നുള്ളൂ. അപ്പോൾ റെസിസ്റ്റർ അല്ല എന്നുള്ളത് കൺഫേം ആണ്. 2 IC കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ട്, ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ട്. 2 IC ഡാറ്റ റീഡ് ചെയ്യുന്നില്ല, റൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 2 IC ഇല്ല. ഒന്നല്ലെങ്കിൽ ആ പോകുന്ന ICയിലേക്ക് പോകുന്നുള്ള ട്രാക്ക് കട്ടായതാവാം, സ്ക്രോൾഡ് ഡാമേജ്, സ്ക്രോളിൻ്റെ ട്രാക്കിൽ കൂടിയിട്ടാണ് സാധനം പോകുന്നുള്ളത്, അതാവാം. അത് IC റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇമ്പിഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ IC ഡാമേജ് ആയതും ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല, കാരണം അതൊരു സെറ്റ് കിട്ടിയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുക, പിന്നെ ഇതൊന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ചില ആൾ ചോദിക്കാറുണ്ട്
നമുക്ക് I2C എന്ത് ചെയ്യേണ്ട ആവശ്യം, ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഡീകോഡ് ചെയ്യാണ്ട് തന്നെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾ വാട്സപ്പിൽ മെസ്സേജ് വിടാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും ചില ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വിടും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇടും. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ ഓസിലോസ്കോപ്പ് കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ കോഴ്സും ഓസിലോസ്കോപ്പ് മാത്രമല്ല, ഐഫോണിൻ്റെതും ആൻഡ്രോയിഡും EMMCയും ഓസിലോസ്കോപ്പ് എല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഓസിലോസ്കോപ്പിൻ്റെ ക്ലാസ് തന്നെ സെപ്പറേറ്റ് നമ്മൾ അഡ്വാൻസ് ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് വേണമെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിലും കാര്യങ്ങളും, ഓരോ മാസം നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ബാച്ച് ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.